ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. അച്ചാറില്ലാതെ എന്ത് സദ്യ അല്ലേ? നമുക്കിന്നൊരു ഇൻസ്റ്റൻറ്റ് അച്ചാർ ഉണ്ടാക്കാം. ഈ അച്ചാർ ഉണ്ടാക്കാനേ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. മാങ്ങ അരിഞ്ഞെടുക്കണ ആ സമയം ഉണ്ടായാൽ മതി. സദ്യയുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഉണ്ടാക്കിയാലും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് വിളമ്പാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസിലുള്ളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മാങ്ങ എടുത്തിട്ടുള്ളൂ. നമ്മൾക്കിത് ഇൻസ്റ്റൻറ്റ് അച്ചാറായ കാരണം കൊണ്ട് അധികം ദിവസമൊന്നും വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് കായം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഈ അച്ചാറിൽ നമ്മൾ അച്ചാർ പൊടി, വിനീഗർ അങ്ങനെയുള്ള ഒന്നും ചേർക്കില്ല കേട്ടോ. നാടൻ രീതിയിൽ ഉണ്ടാക്കണ ഒരു അച്ചാർ. മാങ്ങ ദാ നല്ലോണം കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും കനം കുറച്ചിട്ട് നൈസായിട്ട് അരിയണം കേട്ടോ. അപ്പോഴാണ് മാങ്ങയിൽ പെട്ടെന്ന് തന്നെ ഉപ്പും എരിവൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത് നമ്മൾ കുറേ സമയം വെച്ചിട്ട് കഴിക്കുന്ന അച്ചാറല്ലല്ലോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കായത്തിൻ്റെ പൊടി ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഉലുവ പൊടിച്ചത് ചേർക്കാം. ഇത് വറുത്ത് പൊടിച്ച് വെച്ചാൽ ഉലുവയാണ് കേട്ടോ. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. മാങ്ങയും പൊടികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വരണം. ഇപ്പോൾ ഇതാ നമ്മുടെ അച്ചാറിൻ്റെ പകുതി പണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് മഞ്ഞൾ വെള്ളമാണ് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾ പൊടി ഇട്ടിട്ട് വെള്ളം നന്നായി തിളപ്പിച്ച് അത് ആറിയിട്ടുള്ള വെള്ളമാണിത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. ഞാൻ അതിൽ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടു. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അച്ചാർ ഇതവിടെ പാകമായി വന്നിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം പാകം കേട്ടോ. ഇനി ഇതൊന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. നല്ലെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ചൂടായ എണ്ണയിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലോണം ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കാം. ഉണക്കമുളക് നന്നായിട്ട് മൂത്തിട്ട് വന്നാൽ നമുക്കിതെടുത്തിട്ട് അച്ചാറിലേക്ക് ചേർക്കാം. അപ്പോൾ ഇത് അച്ചാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറല്ലേ. അച്ചാറൊന്നും ഇനി 2 ദിവസം മുന്നേ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. സദ്യ റെഡിയാക്കിയതിന് ശേഷം ഒരു 1/2 മണിക്കൂർ മുന്നേക്ക് അച്ചാർ ഉണ്ടാക്കിയാലും മതിയാവും. പെട്ടെന്ന് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.